കിടിലൻ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വിത്ത് നമ്മുടെ കാര്യക്കാർ നസീറിക്ക, പ്രജോദേട്ട, ബിജുകുട്ടൻ ചേട്ടാ, വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇന്നൊരു ഫിലിം പ്രൊമോഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സിനിമ നമ്മൾ ഐറ്റം വേറെ ഫാമിലിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇത് നമ്മുടെ ഐറ്റം വേറെയിലെ 2 ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. ബിജുകുട്ടൻ ചേട്ടനുണ്ട്. ആൻഡ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള 4 പേരാണ് ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. ആൻഡ് ഇവരെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂത്തിന് വളരെ സന്തോഷം. കേരളം അങ്ങോളം ഇങ്ങോളം ഫാൻസ് ഉള്ള 4 ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ആണ് ഇവർ. വാഴ 2ന്റെ ഭാഗമായി ലെറ്റ്സ് വെൽക്കം ഹാഷിർ, അലൻ, വിനായക് ആൻഡ് അജയ്. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. വാഴ 2ന്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇപ്പോ ഓൾ ഐസ് ഹിയർ എന്ന് പറയുന്ന പോലെ ഹാഷിറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ടിരിക്കും. എന്താ ഹാഷിറെ, സുഖല്ലേ? ഹാഷിർ കുറച്ച് സംസാരിക്കത്തുള്ളൂ തോന്നണം. എന്താ ബിജുകുട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? ലൊക്കേഷനിലൊക്കെ അടിപൊളി, പക്ഷെ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ഷൈ ആണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെ റീലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതിനകത്തൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ അല്ലേ? അതെ, മില്യൺ വ്യൂസ് ആണ്, അത്രയും തന്നെ ലൈക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളക്കര മുഴുവനും ഇവരുടെ 3 പേരുടെയും ഫാൻസ് ആണ്. എന്താണ് ഹാഷിർ പറയാനുള്ളത്? അതെ, അത് കേൾക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഹാഷിർ പറയൂ, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അങ്ങനെയൊക്കെ നടക്കുന്നതിൽ സന്തോഷമുണ്ട്, ഇഷ്ടപ്പെടുന്നതിൽ. അപ്പോൾ അതെങ്ങനെ കാണിക്കണമെന്ന് കറക്റ്റ് അറിയാൻ വയ്യ സന്തോഷം. അല്ല, അത് നമുക്ക് വാഴ അല്ലേ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആഷിറിന് അത്രയും തിയേറ്ററിൽ കൈയടി കിട്ടുക അല്ലേ, പ്രേക്ഷകർ അത്രയും ഇരുകൈ നീട്ടി സ്വീകരിക്കുക. പിന്നെ പടത്തിൽ ആഷിറിൻ്റെ റോള് കുറഞ്ഞു പോയി എന്നൊരു കുറേ കമൻറ്റുകൾ വരിക. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വാഴ 2ലേക്ക് അല്ലേ നിങ്ങളുടെ ഒരു 3-4 പേരും ലീഡിങ് ക്യാരക്ടറായിട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ സിനിമ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. അതിന് വലിയൊരു കൺഗ്രാറ്റ്സ് ആകും തന്നെ പറയുകയാണ് 4 പേർക്കും. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഈ ഒരു ഡേ നമ്മുടെ കൂടെ നിങ്ങൾ ഇവിടെ ഇരിക്കണം, നമ്മുടെ സ്കിറ്റുകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നേരെ നിങ്ങളെ ഞാൻ സീറ്റിലേക്ക് ഇരുത്തട്ടെ. സിനിമയെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ ചോദിച്ച് വരുന്നതായിരിക്കും. തൽക്കാലം ഞാൻ ഇവർ വന്ന് അങ്ങോട്ടേക്ക് ഇരുത്തട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്തതായി കടന്നു വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സൈന്ദവ്, ദേവി ആൻഡ് ശ്രേയ. പ്രിയ കലാസ്നേഹികളെ, കളമ്പൂർ മറുകുതിരയുടെ 37ാമത് നാടകം കാറ്റത്താടിയ അപ്പുപ്പൻ താടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തുടങ്ങൂടാ, കാരണം നിന്റെ അച്ഛൻ എന്നെ സമിതി ഏൽപ്പിച്ചിട്ട് ഒരു പോക്കങ്ങ് പോയി. അതുകൊണ്ട് ഈ സമിതി ഏറ്റെടുത്ത് നടത്തേണ്ട എന്റെ സുമലതയാണ്. സുമലതയോ? സുമലതയല്ല, ചുമതലയാണ്. ചുമതല. അല്ലടാ, നീ വെളുപ്പാങ്കാലത്ത് എണീറ്റ് എങ്ങോട്ട് പോയേ? ഞാൻ ഓടാൻ പോയതാ. വെളുപ്പാങ്കാലത്ത് എണീറ്റോടെ ഇവ എന്തൊരു ടിപ്പറാ. ആ ഓട്ടമല്ല അമ്മേ, തടി കുറയ്ക്കാൻ വേണ്ടി ഓടാൻ പോയതാ. തടി കുറയ്ക്കാൻ ചിന്തയിലിട്ടാ പോരെ അമ്മേ? പ്രായമാകുമ്പോൾ നമ്മളെ തേടി എത്തുന്ന സുഹൃത്തുക്കളാണ് ഈ രോഗങ്ങൾ. അതിനെയൊക്കെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ രാവിലെ എണ്ണിച്ചോടുന്നത്. അമ്മയ്ക്ക് ഓടിക്കൂടെ? എടാ, പണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ ഓടിക്കൂടിയതാണ് ഈ ഞാൻ. ആ ഓട്ടം ഇതുവരെ നിന്നിട്ടു. ആ ഓട്ടമല്ല, അമ്മയ്ക്ക് ഓടിക്കൂടെ? ഈ വ്യായാമങ്ങളൊക്കെ ചെയ്തുകൂടെയെന്ന്. ഞാൻ എന്തിനടാ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഓടണത്? ഉദാഹരണത്തിന് ഇന്ന് രാവിലെ തന്നെ എന്നെ ഒരു ആന കുത്താൻ പറഞ്ഞായിട്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു. എത്ര കിലോമീറ്റർ എന്നറിയാമോ ഞാൻ ഓടിയത്? അപ്പൊ സ്വപ്നത്തെ പോലെ അമ്മയ്ക്ക് കൊളസ്ട്രോൾ വരത്തില്ല. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ നാടകത്തിൽ അഭിനയിക്കണം. നാടകം കളിച്ചാൽ തന്നെ വിശന്നപ്പോ ഊട്ടിയത്. വിശക്കുമ്പോ ഊട്ടിയാണ്, ഇപ്പൊ ദാഹിക്കുമ്പോ കൊടൈക്കനാലാണോ അമ്മേ? എടാ എന്റെ പൊന്നു മക്കളെ, നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റും, പക്ഷെ ചെരുപ്പിന് നമ്മളില്ലാതെ നടക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ നമ്മളില്ലാതെ വണ്ടി ഓടില്ല. നിന്റെ അച്ഛന്റെ എല്ലാ കഴിവുകളും നിനക്കും കിട്ടിയിട്ടുണ്ട്. നിന്റെ അച്ഛനും എങ്ങനെയായിരുന്നു, എല്ലാരെയും പറ്റിക്കും. ഒരിക്കൽ അങ്ങേര് പനിയൊന്നും ഇല്ലാതെ പനി ഗുളിക എടുത്ത് തിന്നുന്നിട്ട് ഞാൻ ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് മനുഷ്യ വെറുതെ അതെടുത്ത് തിന്നുന്നതെന്ന്. അപ്പൊ അങ്ങേര് എൻ്റെ അടുത്ത് പറയല്ലേ, ഗുളികയെ പറ്റിക്കാനാണെന്ന്. ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന് ഈ ഗുളിക പനിയെ നോക്കുമ്പോ പാവം ഗുളിക ചമ്മുമല്ലോ എന്ന്. എന്തിനാണ് അമ്മേ അച്ഛന്റെ കഴിവുകളെ പുറം ലോകത്തേക്ക് അറിയിക്കുന്നത്? എടാ, നീ നാടകം കളിക്കണം. നിന്റെ അച്ഛൻ നിർത്തിയെടുത്ത് തന്നെ നീ തുടങ്ങണം. അങ്ങനല്ല, നാട്ടുകാർ നടത്തിയെടുത്തുനിന്ന് തുടങ്ങും. അങ്ങനെ വേണം പറയാൻ. എടാ, ഇന്നും പ്രതികാരം ചെയ്യാൻ കൊതിക്കുന്ന ഒരു പ്രതികാര ദാഹിയാണ് ഞാൻ. സാധാ ദാഹമായിരുന്നു നമുക്കൊരു സർബത്ത് മേടിച്ചു കൊടുത്ത് തീർക്കായിരുന്നു. ഇതിപ്പോ വയസ്സാകാലത്ത് പ്രതികാര ദാഹം
പറഞ്ഞു കഴിഞ്ഞാ എടാ സർവത്ത് വാങ്ങിച്ചു കുടിച്ചാ മാറണ ദാഹമാണത്. എനിക്ക് എന്റെ അച്ഛന്റെ സ്വഭാവമാണെന്ന് നിനക്ക് അറിയില്ലേ? ഓ ഭയങ്കര സ്വഭാവ. ആ സ്വഭാവം എന്താ നിങ്ങൾക്കറിയാവോ? പണ്ട് അമ്മയെ പ്രസവിക്കുന്ന സമയത്ത് ഓപ്പറേഷന് കയറ്റിയപ്പോ ആ സമയത്ത് ചോറും കൊണ്ട് വന്ന മുത്തശ്ശൻ അമ്മാമ്മയെ തിരക്കിയപ്പോ അവിടെ ഇന്ന് സിസ്റ്റർ പറഞ്ഞു തിയേറ്ററിലാണ്. ഇത് കേട്ടാലും പുള്ളിനെ കൂട്ടാതെ മുത്തശ്ശി സിനിമ കാണാൻ തിയേറ്ററിൽ പോയെന്നും പറഞ്ഞ് ആളാണ് എന്റെ മുത്തശ്ശൻ. നീ കൂടെ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ പഴയ സമിതി നമ്മൾ വീണ്ടും തുടങ്ങുന്നോ? നീ നായകനായിട്ട് അഭിനയിക്കും? ഇല്ല 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 അമ്മേ, സിനിമയാണ് എന്റെ ലക്ഷ്യം. എന്നെ വാഴയെന്ന് വിളിച്ചതാ. അപ്പൊ നിനക്ക് ഒരു കാര്യത്തിൽ അഭിനയിക്കാം. എന്താ? നിന്റെ അച്ഛനെ നിന്റെ നാട്ടുകാരി വാഴയെന്ന് എന്നെ വിളിച്ചത്. ആ വാഴയല്ല, വാഴ 2 സിനിമ എന്നെ വിളിച്ചതാണ്. എന്റെ പൊന്നു മക്കളെ, 2.5 മണിക്കൂർ തട്ടേക്കാട്. തട്ടേക്കാടോ? തട്ടേക്കാടല്ല, 2.5 മണിക്കൂർ തട്ടേക്കാട് ഡയലോഗ് പറയണം. അത് സിനിമയെ പോലെ അത്രയ്ക്ക് എളുപ്പമല്ല. ഞാനും നിന്റെ അച്ഛനും കൂടെ പണ്ട് നാടകം കളിക്കുമ്പോ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറയുമായിരുന്നു. കമ്മറ്റിക്കാരൊന്നായിരിക്കും. എടാ ചെറുക്ക, നീ വല്ലതും പറഞ്ഞോണ്ടല്ലേ. നീ ഇനി നായകനായിട്ട് അഭിനയിക്കും. നമ്മൾ ഇന്ന് ക്യാമ്പ് തുടങ്ങും. പിന്നെ ഒരു പുതുമുഖ നായികയെ വേണമെന്നും പറഞ്ഞോണ്ട് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് സമിതിയിലെ നിന്റെ നമ്പറാണ് കൊടുത്തിരിക്കണേ. എന്തിന്? കരക്കാരുടെ ചീത്തയും വഴക്കം കേട്ട് ചെവിയിൽ തഴമ്പ് വന്ന നിന്റെ നമ്പർ എന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതാകുമ്പോ നിനക്കതൊക്കെ കേൾക്കുമ്പോ ശീലമാണല്ലോ. അമ്മേ, പിന്നെ ഇവിടെ അഭിനയിക്കാൻ പറഞ്ഞ പെമ്പിള്ളേരടുത്ത് വല്ല വേഷം കെട്ടു ഇറക്കിയ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും. അവരെയോ? നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചങ്ങോട്ടും ഞാൻ. പിന്നെടാ മക്കളെ, നീ നാടകം കളിക്കുമ്പോ എല്ലാരെ കൊണ്ടും നല്ലത് മാത്രം പറയിപ്പിക്കണം. നാടകം കളിക്കാതെ എന്നെ നല്ലത് പറയിപ്പിക്കുന്നു. ഇനി നാടകം കളിച്ചിട്ട് വേണം അടുത്തൂടെ പറയിപ്പിക്കാൻ. നീ എന്റെ ഞാൻ പറയില്ല, എപ്പോഴും നെഗറ്റീവ് കളിച്ചോളൂ. പോടാ. പിന്നേട്ടാ, മീന, മീനേ, മീനേ, മീനേ. നിങ്ങൾ വല്ല മീൻ കച്ചവടത്തിന് വല്ലതും പോകുന്നുണ്ടോ? അതല്ല, മീനെ കണ്ടപ്പോഴേ അറിയാതെ വന്നതാ. അറിയാണ്ട് വരെ നിങ്ങൾ എന്താ പൂച്ചയാണോ? വിനേട്ട, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. നീ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞല്ലേ അപ്പുറത്തുള്ള ശ്രീ എം എസ് പോണോന്ന്. എന്താ കിടന്ന് പറയുന്നത്? അപ്പുറത്ത് അമ്പലത്തിൽ പോണോ ഞാൻ പറഞ്ഞല്ലായിരുന്നോ? അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവര് തന്നെ. അയ്യോ അമ്മ, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ നമ്മളെ രണ്ടുപേരും കണ്ടു അമ്മ വിഷയം ഉണ്ടാക്കുവേ. വിഷയമാണെങ്കിൽ അമ്മേനെ ഈ വീട്ടിൽ നിന്നേ പറഞ്ഞുവിടും. പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നേ? അതല്ലടി, നമ്മളെ കണ്ടതിന് അമ്മ വിഷയം ഉണ്ടാക്കും. അമ്മ വഴക്ക് പറയും. നീ ഒന്ന് പോ. ഞാൻ ഇവിടെ വിനേട്ടനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ വിനേട്ടനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇവളമ്മയുടെ കയ്യിൽ കൊണ്ടിട്ടേ പോകത്തുള്ളൂ. എടി നീ ഒന്ന് പോ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അല്ല, നിനക്കിപ്പോ എന്നോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ, ഒരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ അച്ഛന്റെ പഴയ ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. അതിപ്പോ അമ്മ തട്ടിക്കൂട്ടി നടത്തുന്നുണ്ട്. ഒന്നെങ്കിൽ തട്ടുകാട് നടത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന നാടകം. ഈ രണ്ടെണ്ണം കൂടി എന്നെ നോക്കാൻ പറ്റത്തില്ല. തട്ടുകടയല്ല അമ്മ, അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതുമുഖ നായികയെ വേണമെന്ന് പറഞ്ഞ അമ്മ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാണ് നീ വന്നെന്ന് വേണം അമ്മ വരുമ്പോ പറയാൻ. മനസ്സിലായല്ലോ? പിന്നെ ഈ നാടകത്തിന്റെ കഥയൊക്കെ ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. ഡയലോഗൊക്കെ ഓർമ്മ അന്ന് പറഞ്ഞു തന്നല്ലേ? ആർക്കറിയാം ഓർമ്മയുണ്ടോ? അല്ല, ഓർമ്മയുണ്ടല്ലോ. അമ്മ വരുമ്പോ അങ്ങനെ വേണം പറയാൻ. ആരടാ? ഞാൻ മേഡം പോയി. ഈ പെണ്ണാരടാ? സത്യം പറയടാ, ആരടാ ഈ പെണ്ണ്? ഈ പെൺകുട്ടിയല്ലേ? ഞാൻ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നേ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? വീടെന്താ, പേരെവിടെ? അല്ല, വീട്ടുപേരെന്താ? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവാണല്ലോ. എന്റെ പേര് മീന, വീട് പാഴൂര്. പിന്നെ എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഇത് പാഴൂരിൽ നിന്ന് വന്ന നാടകമാണ്. അല്ല, മീനയിൽ നിന്ന് വന്ന പാഴൂര, പേര് നാടകം. അങ്ങോട്ട് വീട്ടുകാരെ മാത്രം വിളിച്ച് പറയാനായിട്ട്. സത്യം പറയട്ടെ, നീ ആരടി? ഞാൻ മീനത്തി പത്രം കൊണ്ടുവന്ന പരസ്യം. പത്രത്തിൽ പരസ്യം കൊണ്ട് വന്നത് മനസ്സിലായി. നീയൊക്കെ രണ്ടും കൂടെ ഡയലോഗ് പറയാൻ കിടന്ന് പെടുന്ന പാട് കേട്ടപ്പോ മനസ്സിലായി എന്താണ് നീയൊക്കെ ഉദ്ദേശിച്ചത്. പിന്നെ മക്കളെ, നാളെ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം നായകനായിട്ട് അഭിനയിക്കണ കൊച്ച നാളെ വരത്തുള്ളൂ. അത് ശരി. അമ്മേ ഉണ്ടായിരടാ മണവണാഞ്ച അവിടെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ആദ്യമായിട്ട് ഞാൻ മണവണാഞ്ചിനെ കാണുന്നത്, അതുകൊണ്ട് നോക്കിയത്. അമ്മേ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ മുമ്പേ ചെന്നെ ഇങ്ങനെ കളിയാക്കരുതെന്ന്. സത്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അല്ല, ഞാൻ പറയാമെന്ന കാര്യം പറയാം. അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നീ നാട് വിടാൻ പോണാ?
പിന്നെ അതായത് ഓ. ഞാൻ ആ സിനിമ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കാം. ഇപ്പം വീഴുന്നത് ഓക്കെ. നീ എന്തിനു വീഴുന്നത്? അല്ല, ചേട്ടൻ വീണ കാറ്റെടുത്തപ്പോ ഞാനും കൂടെ അങ്ങ് വീണോ. എടാ ഞാൻ നിന്റെ അടുത്ത് പച്ച മലയാളത്തിൽ തന്നെയാണ് വള 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 എന്ന് പറഞ്ഞത്. അപ്പൊ നിനക്കൊന്നും പറ്റൂലല്ലോ. ഇപ്പൊ നിനക്ക് എന്തൊരു മാറ്റം? അതമ്മേ, ഈ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നതല്ലേ. ഓ, ഓ. ഈ കുട്ടിയുടെ വിഷമം കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ട? ഇപ്പൊ വന്ന പെണ്ണിന്റെ വിഷമം അവന് കാണാതെ 10-27 കൊല്ലമായിട്ട് അവന്റെ പെറ്റ തള്ളേരെ വിഷമം. എനിക്ക് ഇങ്ങനെ ഒരു പോരായി പോയല്ലോ. എന്താണ് അമ്മയുടെ വിഷമം? എന്റെ അടുത്ത് പറയൂ. ആ മണോണാഞ്ചന്റെ അടുത്ത് പറയണ്ട, പറയൂ. ഇപ്പൊ വന്ന് വീട്ടുകാരോട് ഞാൻ എന്റെ വാക്കിൽ നിരാശപ്പെട്ടു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അമ്മേ, നമുക്കെന്നാ റിഹേഴ്സൽ തുടങ്ങാം. എന്തായാലും എന്റെ കാലശേഷം നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. അതുകൊണ്ട് നീ നായകനായിട്ട് അങ്ങ് അഭിനയിച്ച. അല്ല, എത്ര കൊല്ലം എടുക്കുമായിരിക്കും അമ്മയുടെ ഈ കാലശേഷം കഴിയാൻ? അമ്മ, നമുക്കെന്നാ പ്രാക്ടീസ് തുടങ്ങാം അമ്മേ. തുടങ്ങാം. ഫസ്റ്റ് മ്യൂസിക് ആണ്. മ്യൂസിക് കഴിഞ്ഞതിന് ശേഷമാണ് ഡയലോഗ്. പിന്നെ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ തുടങ്ങാവോ? മനസ്സിലായോ? ആക്ഷൻ പറഞ്ഞാൽ തുടങ്ങാം. മനസ്സിലായോ? ആക്ഷൻ പറഞ്ഞാൽ തുടങ്ങാം. മനസ്സിലായല്ലോ? സോറി, ആള് മാറിപ്പോ. ഇവിടെ വന്നാലും ഇത് ഞാൻ പറഞ്ഞേ. അപ്പൊ അല്ല, ഓക്കെ അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. നമ്മുടെ ഈ ബന്ധം നിന്റെ മുറച്ചെറുക്കൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അയാളുടെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്? ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? AC-യുടെ ഇടയ്ക്ക് B ഉണ്ട്, BD-യുടെ ഇടയ്ക്ക് C ഉണ്ട്. അതുപോലെയാണ് നമുക്കിടയിൽ അവൻ. എന്ന് വെച്ചാൽ സൈലന്റ് ആണവൻ. സൈലന്റ് കില്ലർ ആണവൻ. പിന്നെ ഏട്ടാ, അങ്ങനൊന്നും പറയരുത്. ആളൊരു ബുദ്ധിജീവിയാ. പെടക്കോഴിക്ക് തിളച്ച വെള്ളം കൊടുത്തിട്ട് ഈ പുഴുങ്ങിയ മുട്ട ഇടുന്ന കാത്തിരുന്ന ആളായാളെ കുടുംബ മഹിമ. അത് മാത്രമല്ല, ആരുമില്ലാത്ത സമയം എൻ്റെ അടുത്ത് മിണ്ടാതെയും പറയാതെയും പമ്മി 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 പമ്മി. അതിന് നീ എന്തിനാടി അവന്റെ പുറകെ കിടന്ന് പമ്മണത്? അല്ല, ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ആക്ഷൻ പിടിക്കാന്ന് വിചാരിച്ചു. ഈശ്വരാ, ചോര കുടിക്കാൻ വരുന്ന കൊതുകുകൾ പോലും മൂളിപ്പാട്ട് പാടിയാണല്ലോ വരുന്നത്. ഇവിടെ ഒരുത്തൻ പമ്മി പമ്മി പമ്മി. എന്തരടാ ഇത്? കൂടുതൽ നന്നായി പോയോ അമ്മേ? ഈ കൂട്ടത്തിൽ നന്നാവാത്തത് നീ മാത്രമേ ഉള്ളൂ. നീയെങ്കിലും ഒന്ന് പോയി നന്നാവടാ ചെറുക്കാൻ. അമ്മ പറഞ്ഞല്ലേ പോയി നന്നാവടാ. പോയി നന്നാവടാ മണവണാഞ്ച. നീ ഡയലോഗ് പറഞ്ഞു ബാക്കി. പണ്ടെനിക്ക് ഉപ്പുമാവിന്റെ തൈ തരാന്നും പറഞ്ഞ് പറ്റിച്ചു പോയതാവൻ ഇതുവരെ തന്നിട്ടില്ല. തീർത്തു കിട്ടി? എവിടുന്ന് തീർത്തു കിട്ടിയെന്ന്? തീർച്ചക്കുട്ടി, കണ്ണു നിറയാൻ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മൂക്ക് നിറയാൻ ഒരൊറ്റ ജലദോഷം മാത്രം മതി. അയ്യോ, എന്നെ മുറച്ചെറുക്കാൻ വരുന്നേ. ഞാനാണ് മുറച്ചെറുക്കൻ. ഞാനാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ അഭിനയിക്കാം. ക്യാറ്റില്ലാത്തോണ്ട്. ആറാടിവൻ, ഏഴാടിവൻ, ആരാടിവൻ, ഏതാടിവൻ ഓർക്കുന്നില്ലേ? പണ്ട് രാത്രി ചാർജ് ചെയ്യാൻ പോവാന്ന് കേട്ടപ്പോ ബാറ്ററി വാങ്ങി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞ ആള് എന്റെ കുമാരേട്ടൻ. ഓഹോ, അത് ഇവനാണല്ലേ? അതാടാ, ആ ഇവനാണ് ഈ ഞാൻ. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ, അല്ലാതെ ഈ അടി ഇവിടെ നിൽക്കില്ല. അതല്ല, നിങ്ങളുടെ വടി നിർത്താനല്ല, എന്റെ ഒന്ന് താഴെ നിർത്ത്. അതായിരുന്നോ? നിങ്ങൾ രണ്ടും കൂടെ ചമ്മി തല്ലിയ. നിങ്ങൾ രണ്ടും കൂടെ തമ്മി തല്ലിയ. നിങ്ങൾ രണ്ടും കൂടെ തമ്മി തല്ലി കഴിഞ്ഞ ചത്താലെന്ന് വേണമെങ്കിൽ നിങ്ങൾ തമ്മി തല്ലി ചത്ത് കഴിഞ്ഞ ചത്താപ്പച്ച ചത്താപ്പച്ച അടിക്കുന്ന മിന്നലടി അറാപ്പച്ച അടിക്കുന്ന. മക്കളെ, ഇവള് പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാൻ കേട്ടമ്മേ. തത്താവിത്ത എന്റെ പൊന്നോ, അങ്ങ് വിട്ട് കള. യോ, ഞാൻ എന്റെ വാലിരുന്ന് കയറി പിടിക്കല്ലേ. ബാക്കി പറ. നിങ്ങൾ എല്ലാം കൂടി ഇവിടെ കാരണം തമ്മി തല്ലി ചത്ത് കഴിഞ്ഞ ഞാൻ വേറെ പോയി കെട്ടും. നിങ്ങൾ എന്നെ കൂടി ഇവിടെ തമ്മി തല്ലി ചാവത്തേ ഉള്ളൂ. വിചാരിക്കുന്നതൊന്ന്, നടക്കുന്നതൊന്ന്. ഈ രണ്ടൊന്നും ചേർത്ത് കഴിഞ്ഞാൽ വെച്ചാൽ 11 ചേർത്ത് കഴിഞ്ഞാൽ 11 ആവും.
എങ്ങനെയുണ്ടമ്മ എന്റെ അഭിനയം? അമ്മ എങ്ങനെയുണ്ടമ്മ എന്റെ അഭിനയം? ഓ, അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്റെ അടുത്തൊരു സത്യം പറയണം. എന്താ? ആരടാ അവള്? സത്യം പറയണം, ആരടാ ഇവള്? അമ്മ നാടകം കഴിഞ്ഞു. നാടകം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കൊടുത്ത പേപ്പറിലെ ഡയലോഗ് ഒരിക്കൽ പോലും നോക്കാതെ തെറ്റിക്കാതെ ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇവളാര്? ഇവക്കാര് ഡയലോഗ് കൊടുത്ത? ഇവളാര്? പത്രത്തിലെ പരസ്യം കണ്ടുവന്ന മീനെ ഒന്ന് പോയേ അമ്മ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തില്ല, ഞങ്ങൾ ഒളിച്ചോടാൻ വന്നതാ. എന്റെ പൊന്നു മക്കളെ, പണ്ട് ഇവന്റെ അച്ഛന്റെ കൂടെ ഓടി കൂടിയതാണ് ഈ ഞാൻ. ആ ഓട്ടം ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരെ ഒളിച്ചോടാം എന്നുള്ള പദ്ധതി ഇവിടെ നടക്കൂല. വേണമെങ്കിൽ രണ്ടുപേരെ മാന്യായിട്ട് കല്യാണം കഴിപ്പിച്ചങ്ങ് തരാം. നാളെ വീട്ടിലെ കയറിപ്പോടാ. അപ്പൊ ഞാനോ? ഞാൻ നിലവിളക്ക് എടുത്തോണ്ടെങ്കിൽ വരാം. നമ്മുടെ judges ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പ്രജോദേട്ടാ, സൈന്ധവേ, ദേവകുട്ടി, ശ്രേയക്കുട്ടി, അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ, പൊളിച്ചടിക്കെന്ന് പറയാം. 3 പേർക്ക് ഒരു ഉമ്മ പിടിച്ചു. കാര്യം നമ്മൾ ഇടയ്ക്ക് വന്ന് കളിക്കുമ്പോൾ ചെറിയൊരു നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതിന് വിഷമം നിങ്ങളെക്കാൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ തുടങ്ങി, ദേവി അങ്ങോട്ട് തുടങ്ങി, ദേവിയും സൈന്ധവുമായിട്ടുള്ള കോമ്പിനേഷൻ സാധനങ്ങളോട് തീ അങ്ങോട്ട് കൊളുത്തിട്ട് പടക്കം പൊട്ടുന്ന പോലെ കൗണ്ടറുകളുടെ മഴയായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങളുടെ കോമ്പിനേഷൻ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ ഞാനും ബിജുക്കൊണ്ട് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കര പ്രാർത്ഥന, പിന്നെ ടെൻഷൻ, ബാഗ് എടുത്തിടിക്കുന്നു, കൈയടിക്കുന്നു. ആരാന്നറിയോ? ശ്രേയക്കുട്ടി, നീ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നല്ലോ. അടിപൊളിയായിരുന്നു. ഒരു കൗണ്ടർ പോലും മാറാതെ നീ നിന്ന് പെർഫോം ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇവർ പിടിവലിക്കിടയ്ക്ക് നീ ചെന്ന് അവരുടെ കയ്യിലേക്ക് വീഴുന്നു, കിടന്ന് ആടുന്നു, കുറേ സാധനങ്ങൾ. പിന്നെ ഒന്ന് മാറി അടുത്തതിലേക്കുള്ള ചേഞ്ച് ഇതുണ്ടല്ലോ. അതായത് ഒരു സാധനം പറഞ്ഞിട്ട് അതല്ല ഉദ്ദേശിക്കുന്നത്, മറ്റേതിലേക്കുള്ള കൗണ്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ സ്പീഡാണ് എൻ്റെ ഒരു പഞ്ചെന്ന് പറയുന്നത്. ആ സ്പീഡ് കളയാതെ എവിടെയെങ്കിലും ഒരു ടങ് സ്ലിപ്പ് ഉണ്ടായാൽ ആ സാധനം മുഴുവൻ പോകും. അതൊന്നും ഉണ്ടാവാതെ നിങ്ങൾ 3 പേരും കൂടെ, അതായത് ഇത് നമുക്ക് എന്താ പറയുക, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊരു വാശി ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ 3 പേരും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു പിള്ളേരെ. കാര്യം കോമ്പിനേഷൻ ഒരു കൈയ്യടി തരിക. കാര്യം 3 പേരുടെ ഒരു കോമ്പിനേഷൻ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് വാഴ 2-ൻ്റെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഹാഷർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരെയാണ് ശ്രദ്ധിക്കുന്നത്. അവർ ചിരിച്ച് മരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം നമുക്കൊരു സന്തോഷമാണ് അവർ ചിരിക്കുന്നത് കാണുമ്പോൾ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അവർ വിശദമായിട്ട് പറയും. പക്ഷേ 3 പേരും തകർത്തു, ചിരിയുടെ ഒരു പെരുമഴ സമ്മാനിച്ചു. അടിപൊളി. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ, മകളെ പൊളിച്ചടിക്കട്ടാ. നമ്മൾ നേരത്തെ പറയാറില്ലേ, നിങ്ങൾ ഇവിടെ വലിയ ആർട്ടിസ്റ്റുകളെ കടപിടിക്കുന്ന രീതിയിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. നമുക്ക് കൗണ്ടർ കുറയണതും തമാശ കുറയണതും അത് നമ്മുടെ കുഴപ്പമില്ല, അതായത് നിങ്ങളുടെ കുഴപ്പമില്ല. ഇപ്പൊ കണ്ടില്ലേ, കളി മാറിയില്ലേ ഇപ്പൊ? ശ്രേയക്കുട്ടി ഡാൻസ് കളിക്കുമല്ലേ നന്നായിട്ട് അല്ലേ? ആ സ്റ്റെപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. മറ്റെന്താണ് ക്യാറ്റ് വാക്കാണോ നടത്തിയത്? ഇങ്ങനെ മറ്റേ സൈന്ധവന്റെ പുറകെ കൂടി ഇങ്ങനെ പോയില്ലേ? അതൊരു ആക്ഷൻ ആയിരുന്നു. അത് ഡയലോഗ് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ പിടിക്കാൻ. ഓ, ആർട്ടിസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ എല്ലാം അറിയാൻ പറ്റണത്. കാര്യം ഷൂട്ടിങ് സിനിമയിലൊക്കെ ചെയ്യണ പോലെ അല്ല. ഈ ലൈവായിട്ട് ഇവിടുന്ന് കളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. നമുക്കൊക്കെ എന്തോരം ബുദ്ധിമുട്ടും ഇപ്പോഴും നമുക്ക് എന്തോരം ടെൻഷനാണെന്ന് അറിയാമോ? ടെൻഷൻ വേണം. അതെല്ലാം നിസ്സാരമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ 99% എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും അല്ലേ? അത് ഇവിടെ കാണിച്ച് ഞങ്ങൾ കണ്ടിരുന്നിട്ടാ. കാരണം ആ ഒരു ശരീരത്തിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു അക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതാണ്. അതിനിടയ്ക്ക് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇവരുടെ കൗണ്ടർ കേൾക്കുമ്പോൾ അവള് അത് തന്നെ കാണിക്കണ്ടായിരുന്നു. അത് അടിക്കണ്ട്, എല്ലാം വാച്ചുണ്ട്. അടിപൊളിയാണ്. 3 പേരും ഗംഭീരമായിട്ടാ. നല്ല ക്ലൈമാക്സ് ആയിരുന്നു. ദേവി ഉഗ്രന്നിട്ടാ. ദേവി പറഞ്ഞോട്ട് തന്നെ ആദ്യത്തെ കൗണ്ടർ കയറിയപ്പോ തന്നെ ഒരു ആത്മവിശ്വാസം വന്നല്ലേ അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് സേക്കുട്ടിയുടെ കുറച്ച് ആക്ഷൻ കണ്ടപ്പോ തന്നെത്താനെ ഒന്ന് ചിരിച്ചെന്ന് തോന്നണല്ലേ? സഹിക്കാൻ പറ്റണില്ല, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അല്ലേ? ഇവളെ മറ്റേ പമ്മിയൊക്കെ കണ്ടപ്പോ എന്റെ മൊത്തം കണ്ടോളൂ. സൈന്ധവേ, എന്തുണ്ട് വിശേഷം? ഗംഭീരമായിരുന്നിട്ടാ. നീ മീശ വെച്ചാ വേറെ ലെവലാണ്. എനിക്ക് തോന്നണ ഇത് ഞങ്ങൾ അടിച്ചിട്ടേ പോകൂ, ഇത് ഞങ്ങൾ അടിക്കും, അങ്ങനെ ഒരു ആത്മവിശ്വാസം. ബിജുക്കുട്ടാ, ഇവനിപ്പോ പരിപാടിക്ക് പോകുമ്പോൾ മീശ വെച്ചിട്ടാ പോകണം. ഉദ്ഘാടനത്തിന് വന്ന പരിപാടിക്ക് വന്ന 2-3 മീശ ഉണ്ട് ഇവന്റെ ഇപ്പോ. ചിലപ്പോ മാറിപ്പോകുമ്പോ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെന്നേ. ഇവിടെ വേറെ സ്കൂളിൽ ഞാൻ ഉദ്ഘാടനത്തിന് പോയി. അപ്പൊ അവിടുത്തെ HM ടീച്ചർ ചോദിച്ചു, ഈ മോനെ അവിടെ കണ്ടിട്ടുണ്ട് ടീച്ചറെ, ഞാൻ HM പ്രോഗ്രാം ചെയ്യുന്നയാ. മറ്റേ മീശ വെച്ച പയ്യൻ. സൂപ്പറായിരുന്നിട്ടാ. 3 പേരും അടിച്ചു പൊളിച്ച്. ഓക്കെ, അടിപൊളി. അടിപൊളി, ഗംഭീരം. അതിനുമുമ്പ് ഞാൻ ശ്രേയക്കുട്ടി, ഞാനൊരു കാര്യം ചോദിക്കുകയാണേ. ഞാൻ അവിടെ വന്നൊരു ഉമ്മ തന്നോട്ടെ?
നസീറൊക്കെ ഇങ്ങനെ ഒന്നും വരാത്തതാണ്. ഒരു സ്പെഷ്യൽ ഉമ്മയാണ്, ചക്കര ഉമ്മയാണ്. നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം. അല്ലേക്കാ അവർക്കും കൊടുക്കും ഓരോ ഉമ്മ. അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു സ്പെഷ്യൽ ഉമ്മയാണ്. കാര്യം ഇത്ര പൊടി പ്രായത്തിൽ ഇത്രയും ടൈമിങ്ങോട് കൂടി അഭിനയിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്താ ടൈമിംഗ് എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് 50 ഉള്ളൂ മക്കളെ. അതിൻ്റെ കൂടെ ബാക്കി എല്ലാം കൂടെ ഇട്ട് അത് 100 ആക്കുന്നത് നിങ്ങൾ ആർട്ടിസ്റ്റുകളാണ്. അതാണ് നിങ്ങൾ ഇവിടെ കാണിച്ചത്. അവരെഴുതി തരുന്നത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്താലും ഓഡിയൻസ് ഇതെടുക്കും എന്ന് ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ആകുമ്പം വേറെ ലെവലാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ ചേട്ടന്മാർ പറഞ്ഞ് ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, മോള് ഭാവിയിൽ വലിയൊരു ആർട്ടിസ്റ്റാകും. വലിയ വാക്കുകളാണ് കേട്ടോ ശ്രേയക്കുട്ടി. എനിക്കറിയില്ല ആളുടെ പ്രായത്തിൽ ഇതൊക്കെ ഈ ഒരു മൊമെന്റിന്റെ വാല്യൂ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു പക്വത ഉണ്ടാകുമോ, റിയലൈസ് ചെയ്യുന്നുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, നസീർക്കിനെ ഇളക്കാന്നുള്ളത് ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും പറ്റാത്തൊരു കാര്യമാണ്. അല്ലേ? അതിന് കൈയടി വേറെ വേണോ? തീർച്ചയായിട്ടും. ഇപ്പൊ ശ്രേയക്കുട്ടിക്ക് ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടായല്ലോ, അതേപോലെ മറ്റൊരു മൊമെന്റിലേക്ക് നമുക്ക് കടക്കാം. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നിന്നപ്പോ സൈന്ധവ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഹാഷിറിന്റെ ഭയങ്കര ഫാനായിരുന്നു. അത് നമുക്കിനി നമ്മുടെ വാഴ 2 എൻറ്റയർ ടീമിനോട് ചോദിക്കാം. ഞാൻ ആരെന്ന് തുടങ്ങണം സൈന്ധവേ? എന്നാ നീ നമ്മളൊന്നും വേണ്ടപ്പോ. അടിപൊളി പരിപാടിയായിരുന്നു. അതായത് ഇത് കണ്ടോണ്ടിരിക്കാൻ നേരത്ത് ഞാൻ ഉമ്മടുത്ത് പറയുകയും ചെയ്തു, ഇത് എങ്ങനെ ഇവർ ചെയ്യുന്നു ഓരോ കാര്യങ്ങളും നിന്ന് ടൈമിങ് എടുത്ത്. അതായത് അത് അവർ 3 ആ കണക്ട് ചെയ്ത് പറയുന്നതിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അതുകൊണ്ട് ഒരു തവണയല്ല, ഞാൻ 2-3 തവണ ഉമ്മടുത്ത് പറഞ്ഞത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് ചിരിച്ച് സൂപ്പർ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അവരിത് എങ്ങനെ ചെയ്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും ടൈമിംഗ് എടുത്താണ് 3 പേരും അതേ ടൈമിങ്ങിൽ ഓരോ കൗണ്ടർ പറയുന്നു. കറക്റ്റ് ഒരാൾ പറയുമ്പോൾ കറക്റ്റ് അടുത്ത ആൾ പറയുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് ചിരിച്ച്. ഞാനൊക്കെ ഈ പ്രായത്തിൽ എങ്ങനെ കഴിക്കണമെന്ന് മാത്രമേ ഒരു സ്റ്റേജ് വന്ന് പെർഫോം ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവർ രണ്ടും കൂടെ അടിപൊളിപ്പെടുത്തേക്കും മോൾ അതിൻ്റെ നടുക്കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടെന്ന് ഒരുപാട് ചിരിച്ച. അല്ല, ടൈമിംഗ് ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമില്ല. 3 പേരും അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നല്ല രസമുണ്ട്. വളരെ നന്നായിരുന്നു. കുറേ ചിരിച്ചു ഞാനത് കണ്ടിട്ട്. ഞങ്ങൾ കുറേ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ആ നടുക്ക് നിൽക്കുന്ന കുട്ടി കുറച്ചധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായി. ഇത് മതിയോ, പോകുവാണോ അതോ ഇനി എന്താണ്? മാർക്ക് വേണ്ടേ? വേണം അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്ക. ഞാൻ ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ഒരു 20,000 രൂപ. അടിപൊളി. ഇനി അടുത്തതായിട്ട് ബിജുകുട്ടൻ ചേട്ടാ. ഞാനൊരു 12,000 രൂപ കൊടുക്കാം. അങ്ങനെ 32,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തിൽ. ഇനി ബാക്കിയിരിക്കുന്നത് പ്രചോദന്റെ കയ്യിലാണ്. ചേട്ടാ അല്ല, ബിജുക്കുട്ടൻ 12,000 കൊടുത്ത് കുറച്ച് കൊന്ത് പറ്റി. അല്ല, അത് നമ്മള് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് നമുക്ക് പ്രോത്സാഹനം വേണം. നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ, പൈസ അധികം കൊടുത്താലും ഈ സമയത്ത് പൈസ അല്ലേ വേണ്ടത്, നമ്മൾ ആത്മവിശ്വാസം കൊടുക്കുക അല്ലേ? അത് അടിപൊളിയല്ലേ? അതാണ് ആവശ്യം. നിങ്ങൾക്ക് ഓക്കെ ആണോ? ആത്മവിശ്വാസം മതിയോ? മീനാക്ഷി, ഇനി ഒന്നും പറയുന്നില്ല. പിടിച്ചു ഐറ്റം വരെ പിടിച്ചു. എന്താണ് വേണ്ടത്? ഫാൻ ബോയ് ആയിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെ സിൽവർ പഞ്ചടിച്ച് മാസായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സൈന്ധവ്. എന്ത് തോന്നുന്നു സൈന്ധവ്? സൈന്ധവ് നിന്റെ വലിയ ഫാനല്ലേ ഹാഷിർ? നീ അങ്ങോട്ട് പറടാ. നീ കിട്ടിയ സിൽവർ പഞ്ചിന്റെ സന്തോഷം നീ ഷെയർ ചെയ്യേ ഹാഷിറിന്റെ അടുത്ത്. ഞാൻ ഭയങ്കര ഫാനാ കേട്ടോ ഇങ്ങോട്ട്. അത് മാത്രല്ല, സിൽവർ പഞ്ച് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മള് നല്ലൊരു മാർക്ക് കിട്ടണം നമ്മൾ പ്രതീക്ഷിച്ചാൽ എപ്പോഴും സ്കിറ്റ് കയറുന്നത്. ഇപ്രാവശ്യം 75 അടിച്ച് വന്നു. വല്ലാത്ത ആളുകൾ കൂടിയല്ല. ശ്രേയക്കുട്ടിക്ക് ആദ്യമായിട്ടല്ലേ 75 കിട്ടുന്നത് അല്ലേ? അപ്പൊ എന്താ പറ ശ്രേയക്കുട്ടി പറ. എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഫുള്ള് ടെൻഷൻ ആയിരുന്നു. ഇവിടെ കിട്ടുമോന്ന്. ഇതല്ല, എത്ര കിട്ടിയാലും തെറ്റരുതല്ലോ. പക്ഷെ ഇത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ശ്രേയക്കുട്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? കുറെ നേരം പ്രാർത്ഥിച്ചു. അത് എന്തായിരുന്നു? നന്നായിട്ട് ചെയ്യണം, തെറ്റരുത്. ഈ 2 ഉള്ളൂ. ഇതൊന്നും അടിക്കണമെന്നൊന്നുമില്ല. കാണുന്നവർക്ക് ഇഷ്ടപ്പെടണം. ഇത്രയും കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല.
ഇപ്പൊ നമ്മൾ പറയടാ ഒരു 50 അതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നത്. എന്നാ മാർക്ക് തിരിച്ചെടുക്കണോ? ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമുക്ക് അവരുടെ ഫാമിലീസിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചു. ഓ, sure, sure. അപ്പൊ സൈന്ധവിനെ, ശ്രേയുടെയും ദേവിയുടെയും ഫാമിലി പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. അപ്പൊ ശ്രേയക്കുട്ടിയുടെ ആദ്യത്തെ സിൽവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശ്രേയയുടെ അച്ഛനമ്മമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇവിടെ മോളെ എത്തിക്കാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമാണ്. അമ്മ ഇമോഷണൽ ആണ്, മനസ്സിലാക്കാൻ നമുക്ക്. മോള് നന്നായിട്ട് ആക്ട് ചെയ്യണം. ആക്ടിങ് ആണ് മോൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രേയുടെ അമ്മ മാത്രമല്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ, അതുപോലെ മലയാളികൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പറയാൻ വാക്കുകൾ കിട്ടും. അല്ല മീനാക്ഷി, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ശ്രേയയുടെ ആദ്യത്തെ സ്കിറ്റ് ചെയ്തപ്പോ അഭിനയിക്കാൻ അറിയാത്ത അമ്മ അച്ഛനെ അവളെ സപ്പോർട്ട് ചെയ്ത് അഭിനയിച്ചതിനാണ് കൈ കൊടുക്കേണ്ടത്. അല്ല മീനാക്ഷി, ടീം കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ആഗ്രഹമാണ്, മകളുടെ ആഗ്രഹമാണ്. എന്നാൽ ഞങ്ങൾ അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത രണ്ടുപേര് തകർത്താടി അല്ലെ അഭിനയിച്ചില്ലേ? അതിനാണ് ഒരു ഗൈഡ് തരേണ്ടത്. പിന്നെ ശ്രേയക്കുട്ടിക്ക് ഗൈഡ് കൊടുക്കേണ്ട വേറെ ഒന്നുമല്ല. സാധാരണ അമ്മയച്ഛനൊക്കെ അധ്വാനിച്ചാണ് പിള്ളേർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത്. ഇത് പിള്ളേർ അധ്വാനിച്ച് 75,000 സിൽവർ പഞ്ച് മേടിച്ച് അച്ഛനെയും അമ്മയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഭിമാനമാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സ്കിറ്റ് കളിക്കുമ്പോ ഇങ്ങനെ വരണോന്ന്. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരണം. അപ്പൊ അമ്മ പറഞ്ഞു, ഓനെ അതെങ്ങനെയാണ്, ഇവരുടെ അച്ഛനും അമ്മമാരും കൂടി ഇരിക്കുമല്ലേ, അവരെ അങ്ങനെ യോജിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോ നടന്നു. ഇനി നമുക്ക് ശ്രേയയുടെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? അച്ഛാ, ഈ പരിപാടി തുടങ്ങിയ സമയത്ത് ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് താഴെ ഇറക്കിയ ഒരു സമയമായിരുന്നു കുറച്ച് മുന്നേ നടന്നത്. അതുപോലെ തന്നെ വളരെ ഇമോഷണലായി പോയി ഞങ്ങൾ. തീർച്ചയായിട്ടും ഇവർക്ക് ആർക്കും തെറ്റരുതെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ സാധിച്ചു. അതിന് നമുക്ക് അവസരം ഒരുക്കി തന്ന അർജുൻ സാറിനും നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. ഇനി സൈന്ധവിന്റെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? മറ്റുള്ളവരെക്കല്ല, ഈ വേദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വലിയ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിത്തുന്ന ഒരു വേദിയാണ്. പിന്നെ സൈന്ധവിന് കുറച്ച് അവസരങ്ങൾ, നല്ല രീതിയിൽ സിനിമയിൽ വരെ അവസരങ്ങൾ ഈ വേദിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. വീട് ഞാനതാ പറയാൻ, വീടിന്റെ ഷെയ്ഡ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂഫ് കൂടെ തീർന്നു കഴിഞ്ഞാൽ പണി ഏകദേശം കൊണ്ട് തീരും. അടിപൊളി. വളരെ സന്തോഷം തോന്നുന്നു. എൻ്റെ മകളുടെ കഴിവിനെ അംഗീകരിച്ചത് ഇവിടുത്തെ ഗ്രൂമേഴ്സും ഡയറക്ടർ അർജുൻ സാറും പ്രേക്ഷകരുമാണ്. അതിൽ അഭിമാനിക്കുന്നു. മേലും മേലും ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അപ്പം നിങ്ങളെ പോലുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെല്ലാവരും വലിയ നിലയിൽ എത്തുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡിനെ എക്സ്ട്രാ സ്പെഷ്യൽ ആക്കുന്നത് എന്താണ്? നമ്മുടെ വാഴ 2 ടീം ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വാഴ 2ന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടുതൽ അറിയണ്ടേ? അതിനായിട്ട് ഹാഷിർ ആൻഡ് ടീമിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഹാഷിർ, അജിൻ, അലൻ ആൻഡ് വിനായക്, പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. നമ്മുടെ കേരളക്കരയാകെ യൂത്തിന്റെ ഇടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചതായിരുന്നു വാഴയുടെ ആദ്യത്തെ ഭാഗം. അമ്മമാരൊക്കെ കണ്ടില്ലേ? നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ അതിനകത്ത്? അപ്പൊ ഇതൊക്കെ തന്നെയാണോ നമ്മൾ വാഴ 2 എക്സ്പെക്ട് ചെയ്യേണ്ടത്? അങ്ങനെയുണ്ട്, അല്ലാതെയും എല്ലാം ഉണ്ട്. ഈ സിനിമയുടെ അവസാന ഭാഗം എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ വെച്ചിട്ടാണല്ലോ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് മൊത്തം ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേക്ഷകർ പറഞ്ഞതാ, അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹാഷിറിനെ കുറച്ചും കൂടെ കാണണമെന്ന്. അപ്പൊ ഇതിനകത്ത് വരുമ്പോ ഇനി ഹാഷിറിന്റെ ഒരു പൂണ്ട വിളയാട്ടമാണോ നമ്മൾ കാണാൻ പോകുന്നത്? അല്ല, ഇത് നമ്മൾ 4 പേരും ആ രീതിയിൽ പോണേണ്, ഒരാളെ മാത്രം ഇല്ലല്ല. നമ്മൾ സാധാരണ ഒരു സിനിമയുടെ ആദ്യത്തെ ഭാഗം ഡയറക്ട് ചെയ്യുന്ന അതേ ഡയറക്ടർ തന്നെയായിരിക്കും രണ്ടാമത്തെ ഭാഗവും ഡയറക്ട് ചെയ്യുന്നത്. ആദ്യത്തേത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ഡയറക്ട് ചെയ്തിരിക്കുന്നത് സവിൻ ആണ്. അപ്പൊ അത് ഞാൻ ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരൂ. ഇല്ല, അത് പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നതാണ്. അപ്പം അവരടുത്ത പടം വേറെ ഡയറക്ടറിനെ വെച്ച് ചെയ്യുന്നു. അടുത്ത ചിലപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നെങ്കിൽ ചിലപ്പം വേറെ ആവാം. ഒരു പുതിയൊരു ഡയറക്ടർ വരുമ്പോൾ പുതിയ എന്തെങ്കിലും ചെയ്യാം, അത് മാറ്റം വരുമല്ലോ അങ്ങനെ. അപ്പൊ നമുക്ക് ഈ വാഴ 2, 3, 4 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം പ്രത്യേകിച്ച് ആഷിർ വാഴ 1 തന്നെ വന്നപ്പോൾ ഈ പലരും പറഞ്ഞു ആഷിർ ഞങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പം ഇവരെ 4 വെച്ച് ഇപ്പം നമ്മൾ ആ തിയേറ്ററിൽ ചെന്നിട്ട് പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഒരു സിനിമയ്ക്ക് കയറാൻ നമുക്ക് തോന്നുന്ന തരത്തിലൊരു പോസ്റ്ററും ഇവരുടെ 4 പേരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. കാര്യം ആദ്യം അങ്ങനെയാണ് വാഴ വന്നത്. ഇപ്പോൾ വാഴ 2 കാണണം എന്നെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന തരത്തിലുള്ള അത്ര ടൈമുള്ള ആർട്ടിസ്റ്റാണ് ഇവർ 4 പേരും. നമുക്കറിയാൻ പറ്റും. കാര്യം ഇവരെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. ഇവർക്ക്
ഇവർ ചെയ്യുന്ന റീൽസുകൾ, ഇവർ ചെയ്യുന്ന അവരുടെ എല്ലാ പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, നമുക്ക് വേറെ ഡൗട്ടൊന്നുമില്ല. അല്ല, ബാക്കിയും 3 പേരും ഒന്നും മിണ്ടാ നിൽക്കുക. അതെ, നിങ്ങൾ പറ സന്തോഷം. ചോദിച്ചില്ല, അതുകൊണ്ട് ചോദ്യത്തിന് ഒന്നും ഇവിടെ ചോദ്യങ്ങളില്ല, ഇവിടെ ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയില്ല. അത് ഒരു വലിയ സ്കെയിലിൽ ഒരു പടം ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. അതും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളോട്, ബിജുകുട്ടൻ ചേട്ടനോടെ നമുക്ക് അഭിനയിക്കാൻ പറ്റി, അതന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുധീഷ് ചേട്ടനുണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു പടം തന്നെ ഇത്ര രീതിയിൽ ഇമോഷണൽ ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. റീൽസിൽ നിന്നും സിനിമ എന്ന മേഖലയിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആയി, പഠിക്കാൻ പറ്റി. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള കുറേ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു തുടക്കം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിലെ വേഷം? എന്ത് ക്യാരക്ടറാണ്, എന്ത് പരിപാടിയാണ് ഇതിൽ? അല്ല, ഞങ്ങൾ 4 സുഹൃത്തുക്കളുടെ കഥയാണ്. ആദ്യ വാഴയുടെ അതേ ഒരു പ്ലോട്ട് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ 4 പേർക്ക് 4 പേരുടെ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആ കഥയുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു സന്തോഷം തന്നെ. ഇത്ര നല്ലൊരു പടത്തിൽ കിട്ടിയത് തന്നെ, അവസരം കിട്ടിയത് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി എല്ലാവരും പോയി കാണണം. അതും കൂടെ ആയിട്ടാണ്. അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും പറയും. കാര്യം ഞങ്ങളുടെ 2 ആർട്ടിസ്റ്റുകൾ, ഐറ്റം വരെ 2 ആർട്ടിസ്റ്റ്, ശെൽവനും ശംഭു ഇതിൽ അഭിനയിച്ചു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് നമ്മളത് പറയും. മഞ്ജുക്കുണ്ടല്ലോ? ഞാനുണ്ട്. അല്ല, എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വാഴ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ആരും പരിചയമൊന്നുമില്ല. അപ്പം അത്രയും മനോഹരമായിട്ടുള്ള സിനിമ. ആ മനോഹരം മാത്രമല്ല, നമ്മുടെയൊക്കെ മിമിക്രിയിൽ നിന്നിട്ടും അസീസിനായാലും നമ്മുടെ നോബിനായാലും അതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ, നസീർക്ക അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നത് നല്ല ബലമുള്ള കഥാപാത്രങ്ങളെ ഏൽപ്പിക്കാനായിട്ടൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് അല്ല, സിനിമയാണ്, അത് അങ്ങനെയാണല്ലോ. പക്ഷെ അവരെയൊക്കെ ധൈര്യപൂർവ്വം ക്യാരക്ടേഴ്സിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് അവരെല്ലാം അത് മനോഹരമായിട്ട് ചെയ്ത് അത് മനോഹര സിനിമയിലായിരുന്നു. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണ സമയവും അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നതാണ്. പക്ഷേ ഞാനും കൂടി ഉണ്ടെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം വലിയൊരു സിനിമയിൽ ചെറിയൊരു വേഷമായാലും അത് നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇവരെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണത് മൊത്തത്തിൽ. അപ്പോൾ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ചെറിയ സാധനമെങ്കിൽ ചെറിയ സാധനം ചെയ്യാൻ പറ്റിയ വലിയൊരു സിനിമയിൽ സന്തോഷം. അടിപൊളി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെയുടെ വേദിയിൽ സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അഖിൽ. അഖിൽ എവിടെ നിന്ന് വരുന്നു? ഞാൻ കൊടുങ്ങല്ലൂരിൽ വരുന്നു. ഓക്കെ, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. ലൈക്ക് ഇതാണോ കലാപരമായിട്ട് തന്നെ അതാണോ, അതെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പാഷൻ ആണോ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഓൾസോ ഇപ്പൊ ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ആണല്ലേ? സൗണ്ടിൽ തന്നെ ഏതൊക്കെയോ നടന്മാർ ഒളിഞ്ഞു കിടക്കുന്നു. അഖിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. കോമഡി ഉത്സവത്തിന്റെ വേദികളിലൊക്കെ ഒരുപാട് വന്ന് പെർഫോം ചെയ്ത ആളാണ്. നിൽക്കാൻ നേരം വരെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഡബിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ മിമിക്രിയിൽ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ എന്തൊക്കെ വെറൈറ്റി ആണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാവുന്ന സെലിബ്രിറ്റീസ് ഇന്ന് ഈ വേദിയിൽ ഫിക്ഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓരോ മന്ത്രിമാരുടെ ഓരോ വകുപ്പുകൾ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ഒരു ഇലക്ഷൻ പോലെ അതിനുവേണ്ടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റീസ് വരികയാണ്. അപ്പോൾ അവരുടെ ആശയങ്ങൾ നമുക്ക് കേട്ടു വെക്കാം. ഓരോ താരങ്ങൾ വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആവാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് കുറച്ച് പദ്ധതി ഉണ്ട്. എന്താണിത്? ഐറ്റം വേറെ ആയിരുന്നല്ലേ, പെട്ടെന്ന് ഞാൻ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ വൈബ് മാറി വേറെ മൂടായി പോയി. അപ്പോൾ എനിക്ക് എൻ്റെ വകുപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് എൻ്റെ വകുപ്പ്. ആ ഒരു വകുപ്പിൽ മന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഇന്ന് രാവിലെ എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ നാട്ടിലെല്ലാവർക്കും നല്ലത് വരണേന്ന്. അപ്പോൾ ഞാൻ ചെയ്യാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോഷക ആഹാരങ്ങൾ ആഴ്ചയിൽ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്കെതിരെ വേറൊരാളൂടി മത്സരിക്കാൻ വരുന്നുണ്ട്, ഷൈൻ ടോൺ ചാക്കോ. ഈ വകുപ്പിൽ പുള്ളി എന്തോ പറയുന്നൊക്കെ നോക്കിയാലോ? എടോ ഷൈനെ വന്നേ. ഞാൻ എന്തോ പറയാനുണ്ട്? ഷൈന്, ഞാനിവനെതിരായിട്ട് മത്സരിക്കാൻ വന്നതല്ല. അവന്റെ പേര് ഷൈൻ, എന്റെ പേര് ഷൈൻ അല്ല, പേര് ഒരുവരല്ലേ. അപ്പൊ രസാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചിട്ട് അവനെ തോപ്പിക്കാൻ വേണ്ടിട്ട് എതിർപ്പാട്ടുകാരയച്ചു. അല്ലാതെ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒരു മന്ത്രി ആവേണ്ട, ഒരു രാജാവേണ്ട അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഷൈൻ പറഞ്ഞ പോലെ ഞാനിനി എങ്ങനെ മന്ത്രി ആവുകയാണെങ്കിൽ നാട്ടുകാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നും എന്തൊക്കെ ആവശ്യമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായ? എന്തൊരു എനർജി ഇല്ലാതെ ഇത്തിരി അമൃതം കൂടി ഇരിക്കട്ടെ, എന്താ വേണം. ഇനി ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് പൃഥ്വിരാജ് രാജുവേട്ടൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും?
ഞാൻ ആക്ച്വലി ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന റോഡുകളും ഇനി 10 വർഷങ്ങൾക്ക് ശേഷം പണിയാൻ പോകുന്ന റോഡുകളെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റോഡുകളായിരിക്കും ഞാൻ പണിയാൻ പോകുന്നത്. അതുമാത്രമല്ല ഇനി റോഡുകളിൽ KSRTC ബസ്സിന് പകരം ലംബോർഗിനി കാറുകളായിരിക്കും ഞാൻ ഇറക്കാൻ പോകുന്നത്. ലംബോർഗിനി ഗല്ലാഡ കാറുകളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ പൊരുതി തോറ്റല്ലെങ്കിൽ പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രജോദേട്ട, സൗണ്ടിൽ ഏതൊക്കെയോ നടന്മാർ എനിക്ക് തോന്നുന്നത്. രാജുവേട്ടന്റെ ശബ്ദം എനിക്ക് നല്ലപോലെ സൗണ്ടിൽ തോന്നി. സോ ഗുഡ്, അടിപൊളിയായിരുന്നു. ഇനി ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ബോബി ചെമ്മന്നൂർ ബോച്ചെ വരെയാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനാണ് ബോച്ചയാണ്. അപ്പോൾ നേരത്തെ രാജു പറഞ്ഞു ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിക്കഴിഞ്ഞാൽ പുള്ളി റോഡുകളിൽ ഇപ്പോൾ ലംബോർഗിനി കാറുകളായിരിക്കും ഇറക്കാൻ പോകുന്നതെന്ന്. മറിച്ച് ഞാനായിരുന്നു മന്ത്രിയെങ്കിൽ ഞാൻ അവിടെ റോൾസ് റോയ്സ് കാറായിരിക്കും ഇറക്കാൻ പോകുന്നത്. വീട്ടിലൊരെണ്ണം കിടപ്പുണ്ട് ഗോൾഡൻ, അത് ഞാനിങ്ങ് ഇറക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ മന്ത്രി ആവുന്നില്ല. എൻ്റെ രീതികൾ വേറെയാണ്. ഞാനൊരു ബിസിനസ് മാനാണ്. അതുകൊണ്ട് ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ധനകാര്യമന്ത്രി ആവുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തില്ലെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുക. കോങ്കർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. യുവർ ഓൺ ബോക്സ്. ഇനി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ അദ്ദേഹം വന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, മീനാക്ഷി അല്ലേ പേര്? ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് ക്രഷ് ഉണ്ട്, അതാദ്യമായിട്ട് ഞാൻ പറയാണ്. എനിക്ക് പറഞ്ഞത് തുടങ്ങാൻ പറ്റുമല്ലോ. ഞാൻ എഡ്യൂക്കേറ്ററാണ്, അതൊക്കെ അറിയാലോ. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആവാൻ ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ SSLC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് എക്സാം ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് എക്സാമിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലാഗില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എനിക്ക് 4 PhD ഉണ്ട്, വീട്ടിൽ 4 PVC പൈപ്പ് ഉണ്ട്, എനിക്ക് ക്രഷ് ഉണ്ട്. ഓക്കെ, എനിക്ക് അദ്ദേഹം ലൈവിലൊക്കെ വന്ന് സംസാരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ആറാട്ടണ്ണൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വകുപ്പിൽ മന്ത്രിമാർ വന്നു. മുഖ്യമന്ത്രിയായിട്ട് ആര് വരും എന്നാണ്. അപ്പോൾ ടൊവിനോ തോമസിന് മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ സംസാരിക്കുക, അദ്ദേഹത്തിന്റെ വകുപ്പ് എന്തായിരിക്കും നമുക്ക് നോക്കാം. സൂപ്പർ സൂപ്പർ. എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ടൊവിനോ തോമസ് ആണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാനുള്ള ഏക ഒരു കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ, അല്ല അത് ലൂസിഫർ സെറ്റിൽ വെച്ചുള്ള ഡയലോഗ് ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം അതല്ല പറയേണ്ടത്, റിയൽ ലൈഫ് അല്ലേ, ഇത് ടൊവിനോ അല്ലേ. അപ്പം ഞാൻ സംസാരിക്കേണ്ട രീതി അതല്ല. ഞാൻ മന്ത്രിയാവുകയാണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടി പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കും പ്രണയിക്കാനായിട്ട്. ഞാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ റൊമാൻറ്റിക് സീൻസ് കണ്ട് ഇൻസ്പയർഡ് ആയതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഈ സിഗരറ്റ് ഞാൻ നിരോധിക്കും. കാരണം 1000 സിഗരറ്റിൻ്റെ എരിയുന്ന പുകയേക്കാൾ സുന്ദരം അഴകുള്ള പെണ്ണിൻ്റെ ആദ്യ ചുംബനം തന്നെയാണ്. ഇത് ഞാൻ തീവണ്ടി സിനിമയെ പറഞ്ഞത് വെറുതെ വേറൊന്നും കൊണ്ടല്ല, ഈ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇവിടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ എന്താ വോട്ട് ചെയ്യില്ലേ? മീനാക്ഷി വോട്ട് ചെയ്യില്ലേ? ചെയ്യില്ലേ? തീർച്ചയായിട്ടും പ്രതിനിധി വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് കുറച്ച് സ്റ്റാർസിനെ കാണാം, സെപ്പറേറ്റ്ലി കുറച്ച് സ്റ്റാർസിനെ കാണാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് സൂര്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെട്രോ എന്ന ഫിലിമിലെ ഒരു ഡയലോഗ്, കോപം കമ്മിപ്പണിത് ഈ അപ്പോടെ വേളപ്പാക്കൃതി എനിക്കോട് വിടുതേ ആടിത്തടി കട്ടുപ്പച്ചായത്തെ ரத்த கலரி ரவுடி தரோம் எல்லாத்தும் ரோடியோட விட்டுடுதே என் பொறுப்புக்கான பர்பஸ் உன் மார்ஷல்ஸோட என் தம்போ அது மட்டும்தான் கட்டராயிட்ட சொல்லிக் கொடுக்க. எப்படி சொல்லு, கல்யாணம் பண்ணிக்கலாம் மாட்டி ஷோட்டிடமா? ഞാൻ താണ്ടാ. താങ്ക് യു. അതുപോലെ നമ്മുടെ അല്ലു അർജുൻ്റെ മലയാളത്തിൽ ഡബ് ചെയ്തു വരുന്ന ശബ്ദമുണ്ട്, ജിസ്റ്റോയ്. അപ്പൊ അല്ലു അർജുന്റെ മലയാളം ആ ക്യാരക്ടർ ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കാൻ നോക്കാം. ഏയ് ഐ എം ആര്യ, ഐ എം സോ എക്സ്പ്രസീവ്. നിന്റെ മുഖം കണ്ട ഒരു വാടിയ റോസാപ്പ് പോലെ ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയട്ടെ. നിന്റെ ഫേവറേറ്റ് ടോളിവുഡ് ആക്ടർ ആരാ? അല്ലു അർജുനോ? വിജയ് ദേവർകൊണ്ടായിരുന്നില്ലേ? ഓ, കഴിഞ്ഞ ദിവസം പുള്ളിയുടെ കല്യാണമായിരുന്നു, അതാ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്. ഓ, അതറിഞ്ഞപ്പോഴുണ്ടല്ലോ ഇവളുടെ തൊണ്ട വീക്കായി പോയി, ഹാർട്ട് ബ്ലോക്ക് ആയി പോയി. എന്താ പറയാ അല്ലേ, എന്താ ചെയ്യാ. എൻ്റെ അമ്മയെ ഇങ്ങനെ വീക്കാവല്ലേ കേട്ടോ.
എന്നെ പോലെ ഫയർ ആവൂ, ഇതുപോലെ ഫ്ലവർ ആവല്ലേ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. കാണിക്കൂ, അങ്ങനെ താഴത്തില്ലടാ. താങ്ക് യു. അടിപൊളി അടിപൊളി. അല്ലു അർജുൻ കിടുക്കി. നസീർക്ക എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും ചെയ്തതെല്ലാം നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കാര്യം ആദ്യത്തെ ആ ഒരു നിങ്ങൾ തിരഞ്ഞെടുത്ത ആ സബ്ജക്റ്റ് നല്ലതായിരുന്നു. താങ്ക് യു. സെലിബ്രിറ്റീസ് എല്ലാം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവർക്ക് സെപ്പറേറ്റ് എന്താണ് ഓരോരോ വകുപ്പുകൾ കൊടുക്കുന്ന ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവന്ന നല്ല രസമായിട്ടത് ആ വന്നവരെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തു. ഗംഭീരമായിരുന്നു, അടിപൊളി. അഖില അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പുതിയ ഐഡിയാസ് പരമായിട്ട് സ്റ്റാറുകളെ പ്ലേസ് ചെയ്ത് അതിനൊരു ഗംഭീരമായൊരു തീം ഉണ്ടാക്കി ചെയ്യുന്ന ഒരാളാണ്. എല്ലാം നന്നായിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് ചെയ്ത അല്ലു അർജുൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അല്ലു അർജുൻ ഇതിനു മുമ്പ് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്ക് പൃഥ്വിരാജിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ലു അർജുൻ നല്ല ഗംഭീരമായിരുന്നു. ഷെയ്ൻ നികത്തിൻ്റെ ബെസ്റ്റ്. ഞാൻ അങ്ങനെ അധികം അങ്ങനെ കേട്ടിട്ടില്ല ഷെയ്ൻ്റെ. നമ്മൾ അറിയാവുന്ന കാരണം എപ്പോഴും ലൈവൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഷെയ്ൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സ്റ്റാറുകളും നന്നായിരുന്നു. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ കയ്യിൽ കിടക്കുന്ന സാധനമാണല്ലോ നമ്മുടെ ടൊവിനോ, അത് നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് മന്ത്രിയാവാനായിട്ട് ടൊവിനോ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. അപ്പോൾ ഗംഭീരമായിരുന്നു, എല്ലാം നല്ല ഗ്രാൻഡായിരുന്നു. ഓക്കെ, താങ്ക്സ് സർ. താങ്ക് യു. അപ്പോൾ എന്തായാലും അഖിലേ ഒരുപാടധികം വേദികൾ ഇനിയും വരട്ടെ. നമ്മുടെ ഐറ്റം വേറെയുടെ വേദിയിൽ ഇനിയും വരണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. അപ്പൊ വാഴ 1 പാട്ടുകളെല്ലാം തന്നെ ഗംഭീര ഹിറ്റാണ്. എൻ്റെ വീട്ടിൽ ചേച്ചിയുടെ മോൻ ചെറിയ പയ്യനൊക്കെ പാടിക്കൊണ്ട് കൊടുക്കും, ഏ ബനാനെ ഒരു പൂ തരാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വാഴ 2 മ്യൂസിക്കിനെ പറ്റിയിട്ട് വാഴ 2 മൊത്തം 9 പാട്ടും 10 പേരാണ് അത് ചെയ്യുന്നത്. 10 ഡയറക്ടർമാരാണോ? അതെ അതെ. മ്യൂസിക് ഡയറക്ടറായിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അൻകിത് മേനോനാണ്. പുള്ളിയാണ് വാഴ 1 പുള്ളിയായിരുന്നു ചെയ്തത്. പറയുന്ന പോലെ ഇവര് അഭിനയിക്കുമ്പോൾ ഇവരുടെ ഷോട്ടുകളൊക്കെ കുറച്ചൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവരെ പൊക്കി പറയണമെന്നല്ല, പക്ഷെ ഗംഭീരമായിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ത്രൂ ഔട്ടായിട്ട് 4 പേരെ കൊണ്ട് മാത്രം സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആയാലും അതിൻ്റെ ലവ് സീനുകളൊക്കെ ആയാലും പിന്നെ കോമഡി ആയാലും കോമഡി ട്രാക്കിലാണ് ശരിക്കും പടം പോകുന്നത്. ആക്ച്വലി വാഴ 1 ഹാഷിറിനെ ഒന്ന് മുഴുവനും കൺകുളിർക്കെ കാണാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു പരാതി അങ്ങ് തീർത്തു കൊടുക്കുകയാണ് വാഴ. ഇത് ഹാഷിറിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം കേട്ടോ. കാരണം വാഴ 1 ഞാനൊരു ഇന്റർവ്യൂ എടുത്തപ്പോ ഒരക്ഷരം ഒന്നും മാറിപ്പോയതാണ്. 2 ആഴ്ച പിന്നെ ഞാൻ എയറിലായിരുന്നു പ്രചോദേട്ടാ. അത്രയ്ക്ക് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. പിന്നെ ആൻഡ് വിനായകന്റെ അച്ഛനായിട്ടാണ് ബിജുകുട്ടൻ ചേട്ടൻ വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊന്ന് പറയൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനായിട്ട് ഒരുപാട് കോമ്പിനേഷൻ സീനുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിജുകുട്ടൻ ചേട്ടന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ ആവട്ടെ ഇതെന്ന് നമ്മൾ വിഷ് ചെയ്യാണ് കേട്ടോ. ചേട്ടന്റെ ഒരു വേറൊരു ടൈപ്പ് ക്യാരക്ടർ നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത ഒരു ഇത് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ചേട്ടന്റെ എന്തായാലും വാഴ 2 എൻറ്റയർ ടീമിന് ഓൾ ദ വെരി ബെസ്റ്റ് പറയാണ്. സിനിമ കാണാനായിട്ട് കാത്തിരിക്കുന്ന ഏപ്രിൽ 2 വാഴ 2 കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ വന്ന് ഇത് വിജയിപ്പിക്കുക. ഏപ്രിൽ 2 അതിൽ കൂടുതലൊന്നും എനിക്ക് പറയില്ല. നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഹാഷിർ, വിനായക്, അജിൻ, അലൻ 4 പേരും പുതിയ താരോദയങ്ങളാണ്. അതെന്ന് വെച്ചാൽ സിനിമയിൽ. അപ്പം 4 പേരും പൊളിച്ചെടുക്കുക. ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. ഏപ്രിൽ 2 വാഴ 2 കൺഫേം ഹിറ്റടിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും വാഴ 2 ഏപ്രിൽ 2 തിയേറ്ററിൽ പോയിട്ട് കാണുന്നതായിരിക്കും. ഞാൻ ഒരുപാട് സന്തോഷം. ഹാപ്പി ആയില്ലേ നിങ്ങൾ? ഹാപ്പിയാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാം വന്നിരുന്ന് കണ്ടതുപോലെ സിനിമയും നമ്മൾ പോയി കണ്ടിരുന്ന് ഹാപ്പി ആവുന്നതായിരിക്കും. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും മനസ്സ് നിറയെ വയറ് നിറയെ ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, ചേച്ചിമാരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.